വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യവും. മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ജന്നത്ത് സമരവീര എന്ന് പറയുന്ന കുട്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രത്യേക അനുമതി തേടിക്കൊണ്ട് ഇപ്പോൾ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്കൊപ്പം വിദ്യാർത്ഥിയുമുണ്ട്. വിദ്യാർത്ഥിയുടെ മാതാവായിട്ടുള്ള അഡ്വക്കേറ്റ് ആയിഷയും ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് എത്തിയത്, ഈ ഒരു പരാതി കൊടുത്ത് പ്രത്യേക അനുമതിയൊക്കെ തന്നെ എങ്ങനെയാണ് നേടിയെടുത്തത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മോൾ പഠിക്കുന്നത് മഞ്ചേരി സ്കൂളിലാണെന്ന് തോന്നുന്നില്ലേ? എങ്ങനെയായിരുന്നു ഇത്തരമൊരു പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം? നിലവിൽ സ്കൂളിലെ യൂണിഫോം എന്ന് പറയുന്നത് കോട്ടും ചുരിദാറുമാണ്. അപ്പോൾ കോട്ട് ഉൾപ്പെടെയുള്ള വസ്ത്രം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത്ര യോജിച്ചതല്ലാത്തതുകൊണ്ട് കുട്ടിക്ക് വലിയ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടി വന്നിട്ട് ഇത്തരത്തിലുള്ള സ്കൂൾ യൂണിഫോം മാറ്റണമെന്നൊരു പരാതി എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ സ്കൂളിൽ HMന് ആ വിഷയത്തിലൊരു പരാതി കൊടുക്കുകയും അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ PTAയിൽ നമുക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് അപേക്ഷ കൊടുക്കുകയാണ് ഉണ്ടായത്. വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ആൺകുട്ടികൾക്ക് അനുവദിച്ചിട്ടുള്ള അതേ വസ്ത്രം ധരിക്കാൻ ഒരു അനുമതി നൽകുകയാണ് ചെയ്തത്. അതായത് എന്നായിരുന്നു സ്കൂളിൽ ഇത്തരമൊരു തീരുമാനമെടുത്തത്? എന്തായിരുന്നു അവരുടെ തീരുമാനം? ആ തീരുമാനത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം മോൾക്ക് ധരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു? അവിടെ PTAയിലേക്ക് എൻ്റെ പരാതി വെക്കുകയാണ് ഉണ്ടായത്, HM വെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ PTAയിൽ ഉണ്ടായിരുന്ന ഒരു വിഷമം, പല തരത്തിലുള്ള കുട്ടികൾ, പല വിഭാഗത്തു നിന്ന് വരുന്ന കുട്ടികളും വരുന്നതാണ്, പഠിക്കുന്ന സ്കൂളാണല്ലോ. അപ്പോൾ അവർക്ക് കൂടി ഒരു പ്രയാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാകാം എന്തായാലും PTAയിൽ ഒരു ഭൂരിപക്ഷം അഭിപ്രായം അനുകൂലമായിട്ട് വന്നില്ല. സാധ്യമാവാത്തതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് പോയത്. മോളാണോ അമ്മയോട് ആവശ്യപ്പെട്ടത് ഇഷ്ടപ്പെട്ട ഈ ഒരു വസ്ത്രം ധരിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത്? സ്കൂളിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നു? ഇത് ഭയങ്കര കട്ടിയുള്ള കോട്ടൊക്കെ ആണല്ലോ, അപ്പം ഭയങ്കര ചൂടുള്ള സമയത്തോടെ തന്നെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ചൂട് അനുഭവപ്പെടുക, ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ചൂടാണ്, ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട് ക്ലാസ്സിലൊക്കെ ഇരിക്കാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് മമ്മി ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്തത്. കോട്ടും ചുരിദാറൊന്നും ഞാൻ ഇടാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കോട്ടിലേക്കും ചുരിദാറിലേക്കും ഡെയിലി ഇടേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അനുമതിയോടുകൂടി മോൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് പോകാമെന്നതിൽ തീരുമാനം വന്നല്ലോ. അമ്മ നേരത്തെ അത് പറഞ്ഞല്ലോ. അപ്പോൾ എന്താ തോന്നുന്നു? സന്തോഷമായോ? നല്ല സന്തോഷമായിട്ടുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സ് ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷമാണല്ലോ. ക്ലൈമറ്റിനും അതുപോലെ തന്നെ നമ്മളുടെ നോർമൽ ലൈഫിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെ വേണം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനോട് ഒരു ആവശ്യം അഭ്യർത്ഥനയായി ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ പരിഗണിച്ചോ? വല്ലാതെ വൈകാതെ പരിഗണിച്ചു എന്ന് പറയാം. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് അവർ ബന്ധപ്പെടുകയും ഇവിടെ സ്കൂളിൽ ഒരു എൻക്വയറി നടത്തുകയും സ്കൂളിൽ PTA കമ്മിറ്റിയുമായും അതുപോലെ കുട്ടിയോട് നേരിട്ട് വന്നിട്ട് പ്രയാസങ്ങളുമെല്ലാം അന്വേഷിച്ചതിന് ശേഷമാണ് അത്തരം ഒരു ഓർഡർ ഇട്ടത്. ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അത് എന്തൊക്കെ തരത്തിലുള്ള നയങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിലും അതിൽ പലതരത്തിലുള്ള ആളുകളുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള ഒരു അവകാശം അവിടെ നിലനിൽക്കുമ്പോൾ അത് ഹനിക്കുന്ന രീതിയിലുള്ള നടപടി, അതിനെതിരെ നടത്തിയൊരു പോരാട്ടം, അതിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെ അത് സാധിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അമ്മയും മകളും നമ്മളോട് വ്യക്തമാക്കുന്നത്. അത് മാതൃകാപരം തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ മഞ്ചേരി.